ഹലോ, വെൽക്കം ടു മമ്മാസ് കിച്ചൻ. എല്ലാവരും ഈസ്റ്ററൊക്കെ അടിച്ചു പൊളിച്ചല്ലോ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറി ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പാവയ്ക്ക കൊണ്ട് വളരെ രുചികരമായ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണത്. പാവയ്ക്കയുടെ കയ്പ് ഒട്ടും നമുക്ക് അനുഭവപ്പെടാത്ത ഒരു മെഴുക്ക് പുരട്ടി. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കറിയാണത്. അതായത് ഞാൻ അതിനു വേണ്ടി ഒരു ഇടത്തരം പാവയ്ക്ക ഒരെണ്ണം കഴുകി നുറുക്കിയെടുത്തതാണിത്. പിന്നെ ഒരു കുഞ്ഞ് സവോള ഉള്ളി, ഒരു പച്ചമുളക് 4 കീറിയത്, പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ചേർത്താൽ കുറെ കയ്പ് ശമനം കിട്ടും. അതിന് വേണ്ട ഞാൻ ക്യാരറ്റ് ചേർക്കണത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കണത് ചെറിയ തീരെ ചെറിയ കുഞ്ഞ് ചെമ്മീൻ, പച്ച ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് ചട്ടിയിൽ നമ്മൾ വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് സ്വല്പം ഉപ്പും സ്വല്പം ഇതിന് ചേരാനുള്ള കൊടംപുളി, മീൻ ഉപയോഗിക്കുന്ന കൊടംപുളിയും ചേർത്ത് വേവിക്കും. പുളിയുടെ നീരാണ് കേട്ടോ നമ്മൾ ചേർക്കണത് വെള്ളത്തിലിട്ട്. ഈ ചെമ്മീനിൽ ഇത് ഒഴിച്ച് തിളച്ച് കഴിയുമ്പോ ഈ പാവയ്ക്കയുടെ ഈ എല്ലാ കൂട്ടും കൂടെ അതിലേക്ക് ഒന്നിച്ചങ്ങ് ഇട്ട് അതിൽ കിടന്ന് പാവയ്ക്ക വേവണം. അപ്പൊ എന്നാന്ന് വെച്ചാ ചെമ്മീത്തിന്റെ പുളിയും ഉപ്പും എല്ലാം കൂടെ ചേർന്ന് പാവയ്ക്കയിലേക്ക് ലയിച്ചു കഴിയുമ്പോ ആ പാവയ്ക്കയുടെ കയ്പ് കുറെ അങ്ങ് പോയി കിട്ടും. വളരെ രുചികരമായി ഇതിന്റെ മെഴുക്ക് പുരട്ടി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ചെമ്മീൻ പാവയ്ക്ക ഉലർത്തിയത്. ഇത് തന്നെ ചെമ്മീനും പാവയ്ക്കയും ചേർത്ത് പച്ചത്തേങ്ങ അരച്ച് ചാറുകറിയായിട്ട് വെക്കും സാധാരണ. അതിലും രുചി ഇതാ, ഉലർത്തുകറിയാ എനിക്കിഷ്ടം. ചാറുകറിയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരം ചാറുകറിയാണ് ഉണ്ടാക്കണം, ഒഴിച്ചുണ്ണുകയും ചെയ്യാലോ. അങ്ങനെ സ്വല്പം ഉപ്പ് ചേർക്കണം. പിന്നെ ഇതിനാവശ്യമുള്ള സ്വല്പം പുളി ചേർക്കണം. നമ്മൾ മീൻ വേവിക്കുന്ന കുടംപുളി വെള്ളത്തിലിട്ട് ഉരുക്കി സിറപ്പാക്കി വെച്ചിരിക്കുന്നതായത്. വെള്ളത്തില് ഇട്ട് നമ്മൾ ചൂടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലിട്ടേച്ച് ഗ്യാസയിൽ വെച്ച് തിളപ്പിക്കണം. അപ്പൊ പുളിയുടെ സത്ത് ഇതിലേക്ക് ജ്യൂസായിട്ട് വരും. ആ സിറപ്പായത് ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പുളി ഇട്ട് കഴിഞ്ഞാലേ പുളിക്കൊരു ചീത്ത ഇതുണ്ടാവും. പുളി അതിലിട്ട് വേവിച്ചു കഴിഞ്ഞാൽ പുളി കാരം ചൊവ്വയെന്ന് പറയും അതിന്. അപ്പൊ ഇങ്ങനെ സിറപ്പാകുമ്പോ ഇതുണ്ടാവൂല, ടേസ്റ്റ് ഉണ്ടാവൂല, ഒറിജിനൽ ഇത് തന്നെ ഉണ്ടാവുള്ളൂ. ഉരുക്കി എടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത്. നമ്മൾ ചെമ്മീനിലേക്ക് കുറച്ച് ചേർക്കണം, എന്നിട്ട് വേവിക്കണം. എന്നിട്ട് ചെമ്മീൻ തിളച്ചാൽ മതി. ചെമ്മീനൊന്ന് തിളച്ചു കഴിയുമ്പോ നമുക്ക് ഈ പാവയ്ക്ക, ക്യാരറ്റ്, ഉള്ളി എല്ലാം അതിലേക്ക് ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. വേവിച്ചിട്ട് പിന്നെ മറ്റു മെഴുക്ക് പുരട്ടി പോലെ ഉലർത്തിയാൽ മതി. അത്രേ ഉള്ളൂ, എളുപ്പമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഉലർത്തുകറിയാ പാവയ്ക്കയുടെ. കയ്പ് ശമിച്ച് കിട്ടും. എത്ര കയ്പുള്ളതാണെങ്കിലും ഈ പുളിയും ചെമ്മീനും ഒക്കെ ചേരുമ്പോ കയ്പിനൊരു ശമനം കിട്ടും. നമ്മുടെ ചെമ്മീൻ ഉപ്പും പുളിയും ചേർത്ത് നമ്മള് തിളയ്ക്കാൻ വെച്ചിരുന്നത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒരു കഷ്ടി ഒരു 2 മിനിറ്റോട് കൂടി, ചെറിയ ചെമ്മീനല്ലേ, തിളച്ചിട്ടുണ്ട്. ഇനി നമ്മള് വേവിക്കാനുള്ള പാവയ്ക്ക, ക്യാരറ്റ്, സവോള, ഉള്ളി, പച്ചമുളക് എല്ലാം കൂടെ അങ്ങ് ഒന്നിച്ച് അതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി വറ്റിച്ചെടുക്കണം. ഈ വെള്ളം വറ്റുമ്പോഴത്തേക്കും അത് വെന്തോളും. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറു ചൂടുവെള്ളം ചേർക്കണം കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചാൽ കല്ലിക്കും അത്. ഇങ്ങനെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. എന്നാൽ അതിലേക്കൊക്കെ ഇറങ്ങി അതിന്റെ കയ്പൊക്കെ ഇതായി കിട്ടുള്ളൂ. ഇളക്കി കാണിക്കും, ഇളക്കിയിടാം. ഇനി ഇതിലിരുന്ന് ഒരു മീഡിയം ഫ്ലെയിം മതി കേട്ടോ. ഇതിലിരുന്ന് വെന്ത് വരണം. വെന്ത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് കുഴയണ നല്ലത്. എന്നിട്ട് നമുക്ക് ഉലർത്തി എടുത്താൽ മതി, മറ്റു കറികൾ ഉലർത്താൻ പോലെ. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാ. ഇതിന് അരപ്പൊന്നുമില്ലല്ലോ. പാവയ്ക്കൊക്കെ എപ്പോഴും ഫ്രിഡ്ജിൽ കാണാം നമുക്ക്, മിക്കവാറും ഒക്കെ വീടുകളിൽ ഉണ്ടാവൂലേ. പിന്നെ ഈ പാവയ്ക്ക കൊണ്ട് തീയലുണ്ടാക്കും. പിന്നെ നമ്മൾ പാവയ്ക്ക വറക്കാറില്ലേ, പച്ചപ്പാവയ്ക്ക, അതൊക്കെ നല്ലതാ. പക്ഷെ ഇതാ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇതാ അപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടം പാവയ്ക്ക വറക്കണതാ. അവിടെ എനിക്കിഷ്ടം ഇതാ. നിനക്ക് പിന്നെ നോൺ വെജ് അല്ലേ കൂടുതൽ ഇഷ്ടം. നമ്മൾ വെന്തിരിക്കണം ഈ പാവയ്ക്ക മെഴുക്കുവരട്ടിക്കുള്ള വേവിച്ച് വെച്ചിരിക്കുന്ന എന്താ ഉലത്താനായിട്ടുള്ള പരിപാടിയാണ്. അതിന് നമ്മളൊരു
3-4 ചുമന്നുള്ളി, അതിനോട് തന്നെ പാകത്തിനുള്ള അവനവൻ്റെ ടേസ്റ്റ് അനുസരിച്ച് വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി പിന്നെ ഒരു 4-5 കുരുമുളക് ഞാൻ ചേർക്കണ്ട, ചതച്ചത് അല്ല. 4-5 കുരുമുളകും വേപ്പിലയും ഇത്രയും സംഗതികൾ നമ്മൾ ഈ ഇടികല്ലിൽ ചാർച്ചെടുക്കാം, നമ്മുടെ ഇടികല്ലിൽ. എന്നിട്ടത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ മുളക് പൊടി ചേർത്ത് ഇത് ഒലത്തിയെടുക്കണം. ഇനി നമുക്ക് മൂപ്പ് ഒരുവിധമായിട്ടുണ്ട്, ഉള്ളിയിടാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ചതച്ച മുളക് പൊടിയായിട്ട് നമ്മൾ ഇടുന്നത്. എരിവിന് ആവശ്യത്തിന് ഓരോരുത്തരുടെ ചേർക്കാറ് ഇതാ ഇഷ്ടം. പിന്നെ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. ഇനി നമ്മൾ ഇത് മൂത്തിട്ടുണ്ട്, ഇതിലേക്ക് ഇത് ഇടുക കേട്ടോ, വെക്കാനായിട്ട്. നമ്മൾ ഈ ഫ്രിഡ്ജിൽ ഈ പാവയ്ക്ക 2 ദിവസമായിട്ട് ഇരുന്നതായിരുന്നു. അതുകൊണ്ടും പിന്നെ നമ്മൾ ഈ ചെമ്മീനും പുളിയും ഉപ്പും കൂടെ ഇട്ട് പറ്റിച്ചില്ലേ, പറ്റിച്ച് അതിലേക്ക് തന്നെ നമ്മളങ്ങ് പാവയ്ക്ക ഇടുക ചെയ്തത്. സാധാരണ നമ്മൾ വേറൊരു പാത്രത്തിലാണ് ഇത് പറ്റിച്ചെടുക്കാറ്. അപ്പോൾ ആ പുളിയിലേക്ക് ഇത് ഇട്ടിട്ടാന്ന് തോന്നണം പാവയ്ക്ക അങ്ങനെ കുഴഞ്ഞിട്ടില്ല. ഇത് വെറുവെറുവെന്നായിരിക്കണം. ഇനി നമ്മൾ ഇതിലിട്ട് ഈ വെളിച്ചെണ്ണയിലിട്ട് അങ്ങനെ മൂപ്പിച്ച് ഇളക്കി എടുക്കുമ്പോൾ കുഴഞ്ഞ പരുവത്തിലായിക്കോളും. പുളി ചേർന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ വെന്ത് വരാൻ ഇച്ചിരി താമസവും വരും. മറ്റേ സാധാരണ പാവയ്ക്കയും ക്യാരറ്റൊക്കെ കൂടെ വേവിച്ച് അതിലേക്ക് പറ്റിച്ച് വെച്ചിരുന്ന ചെമ്മീൻ നമ്മൾ ചേർക്കാറേ. ഇപ്പം പുളി ഇതിലേക്ക് ഇട്ടത് കൊണ്ടാണെന്ന് തോന്നണം. ഇനി നമുക്കിതെന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ഒലർത്തൽ കഴിഞ്ഞെങ്കിലും ഇതായിട്ട് വരാൻ വെള്ളം തോരാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് വേവാൻ എത്ര സമയം എടുത്തു? വേവാനൊരു കഷ്ടി ഒരു അരമണിക്കൂറോളം എടുത്തെന്ന് എനിക്ക് തോന്നണം. ഇത് ഇത്രയായി കിട്ടാൻ അത് ആ പുളിപ്പ് കയറി പിടിച്ചോണ്ടാണ് ഹാർഡായി പോയത്. പിന്നെ ഫ്രിഡ്ജിൽ 2-3 ദിവസമായിട്ട് ഇരുന്നതുമല്ലേ, അതിൻ്റെ ഉണ്ടാവും ചിലപ്പോൾ. ഇത് എന്തൊക്കെയുണ്ട്, പക്ഷേ കുഴഞ്ഞിട്ടില്ല. കുഴഞ്ഞാലാണ് കൂടുതൽ രുചി. അത് നമുക്ക് മൂടിപ്പൊത്തി വെച്ചാൽ മതി, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. പാവയ്ക്ക ചെമ്മീൻ മെഴുക്ക് വരട്ടി അങ്ങനെ റെഡിയായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പരമ്പരാഗതമായ ഒരു ഊണിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പം മമ്മാസ് കിച്ചണിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. സബ്സ്ക്രിപ്ഷന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും. വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മമ്മാസ് കിച്ചണിൽ ഇനിയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മമ്മാസ് കിച്ചൺ. ടേക്ക് കെയർ.